പിസ്സ കഴിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ പിസ്സ ഉണ്ടാക്കാനുള്ള പണി ആലോചിക്കുമ്പോൾ നമ്മളിൽ മിക്കവരും അതിനോട് ബൈ ബൈ പറയല്ലേ. എന്നാൽ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ അമ്മമാർക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ, വല്ലപ്പോഴും തയ്യാറാക്കി കൊടുക്കാനുള്ള ഒരു സിമ്പിൾ പിസ്സയുടെ റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ ഇതിലോട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ സോസാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരു 2 നുള്ള് മാത്രം മതി കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ടേക്ക് ഒറിഗാനോ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒറിഗാനോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മിക്സ്ഡ് ഹെർബ്സ് ആയിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അതാണ് ഒരു കറക്റ്റ് ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒറിഗാനോ ചേർക്കുമ്പോൾ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചായക്കപ്പ് എടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് ഒരു 2 നുള്ള് മാത്രം ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. അതിനേക്കാളും കുറച്ച് കൂടുതൽ അളവിൽ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പ്. ഇതിനൊന്നും അളവ് ഒരിക്കലും കൂടി പോകരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഒലീവ് ഓയിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഒലീവ് ഓയിൽ കയ്യിലില്ല എന്നാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. മറ്റുള്ള മണമൊന്നുമില്ലാത്ത സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, മിക്സ് ചെയ്ത് ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു പാകത്തിന് നമ്മൾ തയ്യാറാക്കിയെടുക്കണം. ഇതുപോലെ തയ്യാറാക്കിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പിസ്സ സോസ് അത്യാവശ്യം നന്നായി ചേർത്ത് കൊടുത്തിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കും കേട്ടോ. ചീസ് നന്നായി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതും, അതുപോലെ തന്നെ സവാള അരിഞ്ഞതും ചേർത്തിട്ട് കുറച്ച് സോസ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ചേർത്ത് ഒരു ഇത്തിരി പഞ്ചസാര വെതറി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒറിഗാനോ വെതറി കൊടുക്കുക കേട്ടോ. ഇനി ആദ്യം മൈക്രോവേവിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ മൈക്രോവേവിനകത്തോട്ടേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് വെച്ചാൽ മതി, കൂടുതൽ സമയം വെക്കേണ്ട. ജസ്റ്റ് 1 മിനിറ്റേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ പിസ്സ ജസ്റ്റ് 1 മിനിറ്റിൽ സംഭവം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മൈക്രോവേവ് അല്ലാതെ ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. 1 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മൈക്രോവേവ് കയ്യിലില്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പാത്രത്തിനകത്ത് താഴെ ഭാഗത്ത് ഉപ്പ് വെതറി കൊടുക്കാം. ജസ്റ്റ് ഏതെങ്കിലും ഒരു ടിന്നോ എന്തെങ്കിലും ഒന്ന് മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു ജസ്റ്റ് 1-2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. പാത്രം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ആ ചൂടായ പാത്രത്തിനകത്തോട്ടേക്ക് ഞാൻ അതേ കപ്പിന് തന്നെ കുറച്ചും കൂടി മെഷർമെൻറ്റ്സ് കൂടുതൽ എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കപ്പിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അടിച്ച് വെക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് എടുക്കും കേട്ടോ. ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് 10-12 മിനിറ്റ് എങ്കിലും എടുക്കും. നമ്മൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ ഓവനിൽ ജസ്റ്റ് 1 മിനിറ്റ് മതി. അപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ശേഷം ആകുമ്പോഴത്തേക്ക് കണ്ടില്ലേ നമ്മുടെ ആ ചീസൊക്കെ ശരിക്കും, ഞാൻ അളവ് കൂടുതൽ എടുത്തതുകൊണ്ട് ഇത് കപ്പിൽ നിന്ന് കുറച്ച് പുറത്തോട്ടേക്ക് വന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ മെഷർമെൻറ്റ്സ് കുറച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നുകൂടി നല്ലത്. ഇതിപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ചുകൂടി അളവ് കൂടുതൽ എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പിസ്സ റെസിപ്പിയാണ്. സമയം കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.